ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്ന വീഡിയോ ഒരു ബീഫ് ഫ്രൈ റെസിപ്പിയാണ്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ വീട്ടിലും അതുപോലെ തന്നെ എന്നെ കെട്ടിച്ചു വിട്ട വീട്ടിലും ഒക്കെ ഉണ്ടാക്കുന്ന ഒരു റെസിപ്പിയാണ്. പക്ഷേ ഈ ഒരു റെസിപ്പി എന്ന് പറയുന്നത് എനിക്ക് എൻ്റെ അമ്മായിമ്മ പറഞ്ഞ റെസിപ്പിയാണ് കേട്ടോ. അപ്പം ഞാൻ ഇന്ന് ആ ഒരു റെസിപ്പിയാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പം നമുക്ക് ആ ബീഫ് ഫ്രൈ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നൊന്ന് നോക്കാം. ഞാനിതിവിടെ ഉണ്ടാക്കുന്നത് മൺചട്ടിയിലാണ് ഞാൻ ഈ ബീഫ് വേവിച്ചെടുക്കുന്നത്. ആദ്യമേ തന്നെ നമുക്ക് മൺചട്ടിയിലേക്ക് 1 ടേബിൾ സ്പൂൺ ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എൻ്റെ വെളിച്ചെണ്ണ ഇച്ചിരി കട്ടിയായിട്ടിരിക്കുന്നത്. പിന്നീട് ഞാനിതിലേക്ക് 1.25 കിലോ ബീഫ് ഇവിടെ കട്ട് ചെയ്ത് വൃത്തിയാക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതും കൂടെ ഞാൻ ഈ ചട്ടിയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് സ്പൈസസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ ആദ്യമേ ആഡ് ചെയ്യുന്നത് 1 ടീസ്പൂൺ കുരുമുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ ഉലുവ. 1/4 ടീസ്പൂൺ ഇല്ല, അതിനും കുറച്ചാണെങ്കിലും മതി, ഇത്രയും മാത്രം ഉലുവ ആഡ് ചെയ്യുന്നുണ്ട്. മഞ്ഞൾപ്പൊടിയും കൂടെ ആഡ് ചെയ്യുന്നു. ഇനി ഒരു 2 ടീസ്പൂൺ മല്ലിപ്പൊടി ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ 2 ടീസ്പൂൺ മല്ലിപ്പൊടി. അടുത്തത് ഒരു 2 ടീസ്പൂൺ മുളക് പൊടി. ഇത് വലിയ എരിവില്ലാത്ത മുളക് പൊടിയാണ് കേട്ടോ. അടുത്തത് ഞാനൊരു 1.5 ടീസ്പൂൺ ഗരം മസാല ആഡ് ചെയ്യുന്നുണ്ട്. ഈ ഗരം മസാലയും വീട്ടിൽ പൊടിച്ചെടുത്ത സ്പെഷ്യൽ ഗരം മസാലയാണ്. ഇനി കുറച്ച് ചില്ലി ഫ്ലേക്സ് ആണ്. ഇത് ശരിക്കും ഓപ്ഷണൽ ആണ്, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇട്ടാൽ മതി. കാരണം എൻ്റെ മുളക് പൊടി കുറച്ച് എരിവ് കുറഞ്ഞതായതുകൊണ്ടാണ് ഞാൻ ഇച്ചിരി ചില്ലി ഫ്ലേക്സ് ആഡ് ചെയ്യുന്നത്. ഇത് ഇച്ചിരി എരിവുള്ള മുളകാണ്. ഇനി അടുത്തായിട്ട് നമുക്ക് ഇതിനകത്ത് വേണ്ടത് ഒരു തണ്ട് ഫുള്ള് കറിവേപ്പില. നിങ്ങൾക്ക് കറിവേപ്പില കൂടുതൽ ഇഷ്ടമാണെങ്കിൽ കൂടുതലിടാം. ഞാനിവിടെ ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ഇതിനകത്തോട്ട് ഇടുന്നുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പ് ഞാനൊരു 1 ടീസ്പൂൺ, ഇത്തിരി 1.25 ടീസ്പൂൺ വരെയൊക്കെ ഇടാം. പിന്നീട് ഉപ്പ് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാം. ഓക്കെ, ഇനി നമുക്കിത് നന്നായിട്ട് കൈ കൊണ്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നന്നായിട്ട് മാരിനേറ്റ് ചെയ്തിട്ട് വേണം നമുക്കിതൊന്ന് വേവിച്ചെടുക്കാൻ. അപ്പോൾ നമ്മുടെ ബീഫ് നന്നായിട്ട് ഞാനിവിടെ മാരിനേറ്റ് ചെയ്തെടുത്തിട്ടുണ്ടേ. ഇത് മാരിനേറ്റ് ചെയ്തിട്ടേ ഒരു 1/2-3 മണിക്കൂർ നിങ്ങളൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുവാണെങ്കിൽ നല്ലതായിരിക്കും. ധൃതിയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് കറി വെച്ചെടുക്കാം. പക്ഷേ റെസ്റ്റ് ചെയ്ത് വെക്കുവാണെങ്കിൽ കുറച്ചുകൂടെ നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് കിട്ടും ബീഫ് കറി. അപ്പോൾ ഞാനിവിടെ ഏതായാലും ഒരു 1/2 അവർ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട്. അതിന് ശേഷമാണ് ഞാനിത് വേവിച്ചെടുക്കുന്നത്. ഞാനിവിടെ മാരിനേറ്റ് ചെയ്ത ബീഫ് ഒരു 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്കതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്യാം. ചട്ടി ആയതുകൊണ്ട് ഞാൻ മീഡിയം ഫ്ലെയിമിലാണ് ഇടുന്നത്. അതിലിട്ട് പതുക്കെ അത് വെന്ത് കിട്ടണം. നമുക്ക് അടച്ചു വെക്കാം. നമ്മുടെ ബീഫ് ഇവിടെ വെന്തുകൊണ്ടിരിക്കുന്നുണ്ട്. ബീഫ് വേകുന്ന സമയം കൊണ്ട് നമുക്കിനി ബീഫ് വഴറ്റിയെടുക്കാൻ വേണ്ടി കുറച്ച് ഇൻഗ്രീഡിയൻസ് റെഡിയാക്കണം. അപ്പോൾ ഞാൻ ഇവിടെ അതിനുവേണ്ടി ഒരു വലിയ ഒനിയൻ എടുത്തിട്ടുണ്ട്. പിന്നെ ഇത് ഷാലറ്റ്സ് ആണ്. എനിക്കിവിടെ ഇതാണ് അവൈലബിൾ. നിങ്ങൾക്ക് ചെറിയ ഉള്ളി അവൈലബിൾ ആണെങ്കിൽ ചെറിയ ഉള്ളി നിങ്ങൾക്ക് യൂസ് ചെയ്യാം. പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് 2 പച്ചമുളകാണ്. പിന്നെ മീഡിയം സൈസ് ഇഞ്ചി, ഒരു 10 ഗാർലിക് ക്ലൗസും, പിന്നെ അതിൻ്റെ കൂടെ ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ടേസ്റ്റ് കൊടുക്കുന്ന സാധനം നമ്മുടെ സ്ലൈസ്ഡ് കോക്കനട്ടാണ്. അപ്പോൾ ഈ സ്ലൈസ്ഡ് കോക്കനട്ട് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ആഡ് ചെയ്യുന്നതായിരിക്കും ഒന്നുകൂടെ ടേസ്റ്റ് കൂടുന്നത്. ഞാനിവിടെ ഏതായാലും ഒരു പിടി എടുത്തിട്ടുണ്ട്. ഇതും കൂടെ ഇട്ട് വേണം നമുക്ക് നമ്മുടെ ബീഫ് ഫ്രൈക്കുള്ള സാധനങ്ങളെല്ലാം കൂടെ നന്നായിട്ട് വഴച്ചെടുക്കാൻ. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ഒനിയനും ബാക്കി സാധനങ്ങളെല്ലാം കൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ബീഫ് നമുക്ക് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. ഞാനൊന്ന് തുറന്ന് നോക്കുവാണ്. നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. നമുക്കതൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ബീഫ് അടുപ്പിൽ വെച്ചിട്ട് ഏകദേശം ഒരു 45 മിനിറ്റ്സ് ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് വെന്തോന്ന് നോക്കാം. ഞാൻ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്കിതൊന്ന് വെന്തോന്ന് നോക്കണം. ചൂട് ബീഫ് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഒരു 45 to 1 അവർ എടുക്കും. ഏതായാലും നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ബീഫ് നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് സ്ലോ കുക്ക് ചെയ്ത് എടുത്തുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പം ബീഫ് നന്നായിട്ട് വെന്തു. ഞാനിവിടെ നമ്മുടെ ബീഫ് വേവിക്കാൻ വേണ്ടി അല്പം പോലും വെള്ളം ചേർത്തിട്ടില്ല. നമ്മുടെ ബീഫിൽ നിന്ന് തന്നെ ഇറങ്ങിയ വെള്ളം കൊണ്ടാണ് ഇത് നന്നായിട്ട് വെന്തിട്ടുള്ളത്. ഇപ്പോൾ ഞാനിത് ലോ ടു മീഡിയം ഫ്ലെയിമിൽ 1 അവർ വെച്ച് സ്ലോ കുക്കിലാണ് ഇപ്പോൾ വേവിച്ചെടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്ത് കുറച്ച് നേരം മാറ്റി വെക്കാം. അതിനുശേഷം നമുക്ക് നമ്മുടെ ബാക്കി സാധനങ്ങളൊക്കെ ഒന്ന് വഴറ്റാൻ വേണ്ടി റെഡിയാക്കാം.
നമുക്കിനി പാൻ ചൂടാക്കി അതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ചൂടായ എണ്ണയിലേക്ക് നമുക്ക് ഒരിത്തിരി ഉലുവ ഇട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള കടുക്. നമ്മുടെ കടുകൊക്കെ പൊട്ടിയിട്ടുണ്ട് നന്നായിട്ട്. ഇനി നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഗാർലിക്ക്, ജിഞ്ചർ, പച്ചമുളക് അരിഞ്ഞു വെച്ചതും നമ്മുടെ ഒനിയനും ഷാലറ്റ്സും കൂടെ അരിഞ്ഞു വെച്ചതും കൂടെ ആഡ് ചെയ്യാം. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരുന്ന സ്ലൈസ്ഡ് കോക്കനട്ടും കൂടെ ആഡ് ചെയ്യാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഞാനിവിടെ ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, ഇത് പെട്ടെന്നൊന്ന് വഴണ്ട് വരാൻ വേണ്ടിയേ. അപ്പോൾ ഒരു 8-9 മിനിറ്റിനുള്ളിൽ നമ്മുടെ ഒനിയനും കോക്കനട്ടും എല്ലാം നന്നായിട്ട് ഇവിടെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ കുറച്ചിട്ടിട്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് പൊടികളും കൂടെ ആഡ് ചെയ്യാനുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ ഓൾറെഡി ബീഫിനകത്ത് നമ്മൾ എല്ലാ സ്പൈസസും നമ്മുടെ പൊടികളെല്ലാം ആഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഈ ഒരു കൂട്ടിലേക്ക് ഇവിടെ ഒരു ഇത്തിരി വീതം 1-2 പൊടികൾ ആഡ് ചെയ്യുന്നുണ്ട്. ആദ്യം കുറച്ചൊരു ഇത്തിരി 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ആഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് കുരുമുളക് പൊടി കൂടുതൽ വേണ്ടാന്നുണ്ടെങ്കിൽ മുളക് പൊടി ആഡ് ചെയ്യാം അത്യാവശ്യത്തിനുള്ള എരിവിന്. ഒരു 1/2 ടീസ്പൂൺ നമ്മുടെ ഗരം മസാലയും കൂടെ ഞാൻ ഇതിനകത്തോട്ട് ആഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ നേരത്തെ ആവശ്യത്തിനുള്ള ഗരം മസാല ബീഫിനകത്ത് ചേർത്തിട്ടുണ്ട്, ഞാൻ കുറച്ചുകൂടെ ഒന്ന് ആഡ് ചെയ്യും. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോഴും നമ്മുടെ ഫ്ലെയിം ലോയിലായിരിക്കണം കേട്ടോ, ഫ്ലെയിം കൂട്ടി വെക്കരുത് ഈ സമയത്തൊന്നും. നമ്മുടെ ഈ പൊടികളെല്ലാം തന്നെ അല്ലെങ്കിൽ കരിഞ്ഞു പോകും, പിന്നെ ഒന്നിനും കൊള്ളത്തില്ല നമ്മുടെ ബീഫ് കറി. അടുത്ത ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് ഫ്രഷായിട്ട് ക്രഷ് ചെയ്തെടുത്തിട്ടുള്ള പെരിഞ്ജീരകമാണ്, ഫെനൽ സീഡ്. അത് ഞാൻ 1 ടീസ്പൂൺ ആഡ് ചെയ്യുന്നുണ്ട്. ഇപ്പം ഞാൻ അതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കിനി നമ്മുടെ ബീഫ് ഇതിലേക്ക് ആഡ് ചെയ്യണം. ബീഫ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ഫുള്ള് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ച് കൊടുക്കാം. ഞാനൊരു ഇച്ചിരി കറിവേപ്പില ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്കൊന്നുകൂടെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഫ്രൈ ആയി വരുന്നിടം വരെ ഒന്ന് വെയിറ്റ് ചെയ്യണം. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. അതിനിടയ്ക്ക് ഉപ്പ് പിന്നെ എരിവ് അതൊക്കെ ഒന്ന് പാകത്തിനാണോ എന്ന് നിങ്ങൾ നോക്കണം. നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് അതൊക്കെ ആഡ് ചെയ്യാവുന്നതാണ്. അപ്പം ബീഫ് നന്നായിട്ട് ഇവിടെ വരണ്ട് വന്നിട്ടുണ്ട്. ഞാൻ ആദ്യം 1 ടീസ്പൂൺ പെരിഞ്ജീരകപ്പൊടി ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ ടോട്ടൽ 2 ടീസ്പൂൺ പെരിഞ്ജീരകം എടുത്ത് ക്രഷ് ചെയ്ത് വെച്ചിരുന്നതാണ്. അപ്പം നമ്മുടെ രണ്ടാമത്തെ ടീസ്പൂൺ പെരിഞ്ജീരകപ്പൊടി ഞാൻ ഈ ലാസ്റ്റ് ടൈമിലേക്കാണ് ഇട്ട് കൊടുക്കാൻ പോകുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ നമ്മുടെ കറിവേപ്പില ബാക്കി ഉണ്ടായിരുന്നതും കൂടി ഞാൻ ഇതിനകത്തോട്ട് ആഡ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് ഒന്നുകൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാൻ ഇടയ്ക്കൊന്ന് ഇളക്കി ഉപ്പും എരിവൊക്കെ നോക്കിയായിരുന്നു, ഞങ്ങൾക്ക് പാകത്തിനുണ്ട്. നന്നായിട്ട് ഇവിടെ വരണ്ട് വന്നിട്ടുണ്ട്. ഇപ്പം തേങ്ങാപ്പത്തൊക്കെ നന്നായിട്ട് മൂത്തിട്ടുണ്ട് ഇതിനകത്ത് വരുന്നത്. അപ്പോൾ നമ്മുടെ ബീഫ് ഫ്രൈ ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റി കഴിച്ചു നോക്കാം. അപ്പം നമ്മുടെ ബീഫ് ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിവിടെ സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റി. ഇനി ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് പറയാമേ. സൂപ്പറായിട്ടുണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അമ്മച്ചി പറഞ്ഞു തന്ന റെസിപ്പി ഞാൻ അതേപോലെ തന്നെ ഏകദേശം ഫോളോ ചെയ്തിട്ടുണ്ട്, നന്നായിട്ടുണ്ട്. പക്ഷെ അമ്മച്ചിയുടെ ബീഫ് കറി നല്ല എരിവൊക്കെ ഉണ്ട് കേട്ടോ.
ഐ മീൻ നമ്മുടെ നാട്ടിലും എല്ലാവരും തന്നെ അത്യാവശ്യം നന്നായിട്ട് എരിവൊക്കെ ഉപയോഗിക്കുന്നവരല്ലേ. ഇവിടെ ഞങ്ങളുടെ ഒരു പാകത്തിനുള്ള എരിവാണ് ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. നന്നായിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് കമൻറ്റ് ചെയ്യണം. അതുപോലെ തന്നെ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പം താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.